മനുഷ്യരെ സൃഷ്ടിച്ച് അവന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ശരിയേത് തെറ്റേത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ അവരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ നിയോഗിച്ച് അങ്ങനെ ചെറിയൊരു ആയുസ് മനുഷ്യന് നൽകി. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും, എളുപ്പം കൊണ്ടും പ്രയാസം കൊണ്ടും, സുഖങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും അല്ലാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നു. ഇഹലോക ജീവിതം എന്നത് ആ ഒരു പരീക്ഷണം മാത്രമാണ് എന്ന ജീവിതത്തെ പറ്റിയുള്ള ഏറ്റവും വ്യക്തമായ, ഏറ്റവും ക്ലാരിറ്റിയുള്ള ആ കാഴ്ചപ്പാടിലേക്ക് അത് മനസ്സിലാക്കുവാനും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ കാണുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചെറിയൊരു ആയുസ് നൽകി ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല കർമ്മങ്ങളെയും അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തി ആ കർമ്മരേഖകൾ മുഴുവൻ മരണത്തിനു ശേഷം ഖബറുകളിൽ നിന്ന് വിചാരണക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് ഹാജരായിക്കൊണ്ട് ആ കർമ്മരേഖകൾ ഹാജരാക്കി വായകൾക്ക് സീല് വെച്ച് കൈകൾ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷി പറയുന്ന ഏറ്റവും അപകടം പിടിച്ച ആ ദിവസത്തെ വിചാരണക്ക് നമ്മളെല്ലാവരും സാക്ഷിയാകേണ്ടി വരുമെന്ന ഒരു ബോധം അവിടെ വെച്ച് അല്ലാഹു ആദ്യമായി ചോദിക്കുക നമസ്കാരത്തെ കുറിച്ചായി. ആ ചോദ്യത്തിൽ വിജയിച്ചാൽ പിന്നെ അവിടെ നിന്നിട്ട് എളുപ്പമായിരിക്കും. ആ ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ പതറിപ്പോയാൽ അവിടെ നിന്നിട്ട് കാര്യങ്ങൾ വളരെ പ്രയാസകരമായിരിക്കും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവരാണ്, ഭക്തിയുള്ളവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ നമ്മളെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഖുശൂ നമ്മൾ പലതവണ കേട്ടതാണ്. നമസ്കാരത്തിൽ ഖുശൂ ഇല്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. എന്താണ് ഖുശൂ എന്ന് പറയുമ്പോൾ അബ്ദുൽ നാസിർ സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. വൽ ഖുശൂഉ ഫി സ്വലാ ഹുവ ഹുദൂറുൽ ഖൽബി ബൈന യദൈല്ലാഹി തആല മുസ്തഹ്ദിറൻ ലിഖുർബിഹി ഫയസ്കുനു ലിദാലിക ഖൽബുഹു വതത്മഇന്നു നഫ്സുഹു വതസ്കുനു ഹറകാതുഹു വയഖില്ലു ഇൽതിഫാതുഹു. നമസ്കാരത്തിലെ ഖുശൂ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടുകൂടി നിൽക്കലാണ്. അപ്പോൾ ഹൃദയം അങ്ങനെ വരുമ്പോൾ ഖുശൂ കൊണ്ട് എന്ത് ചെയ്യും? ഹൃദയം ശാന്തമാകും, മനസ്സ് സമാധാനപൂർണമാകും, ചലനങ്ങളെല്ലാം ഒതുങ്ങും, തിരിഞ്ഞു നോട്ടങ്ങളെല്ലാം അവസാനിക്കും. എവിടുന്ന് എന്ത് ശബ്ദം കേട്ടാലും റിഫ്ലക്സിൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കുകയില്ല. ആ ഒരു തരത്തിൽ ചലനങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയായി. പല മുൻഗാമികളെയും പറ്റി പറഞ്ഞത് തൂണ് നിൽക്കുന്നത് പോലെയാണ് രാത്രി നമസ്കാരം. ദീർഘമായ രാത്രി നമസ്കാരങ്ങളിൽ ആ ഖിയാമ് ഒരു ആടുക പോലുമില്ല എന്നാ. ചില ആൾക്കാർ കുറെ നേരം നിന്ന് അങ്ങനെ ആടും. ചെറിയ നിസ്കാരം നിസ്കരിച്ചുമ്പോൾ തന്നെ കാണാം, ഒരു കാലം അങ്ങനെ വിനങ്ങട്ട് വെക്കും, വിനങ്ങനെ കെട്ടും, അങ്ങനെ കുറച്ചേരം കൂടി നിൽക്കാൻ പറ്റാതെ ആടിക്കളിച്ചിട്ടാണ് പലരും നിസ്കാരത്തിൽ. എന്നാൽ മുൻഗാമികളുടെ നമസ്കാരത്തെ പറ്റി, താബികളുടെ ഒക്കെ നമസ്കാരത്തെ പറ്റി അവരുടെ ശിഷ്യന്മാര് പറയുന്നത് കാണാം. ഒരു ആണിയടിച്ച പോലെ, അല്ലെങ്കിൽ ഒരു തൂൺ എങ്ങനെയാണോ സ്ഥാപിച്ചത് അതേപോലെ രാത്രി ദീർഘമായി അങ്ങനെ നിൽക്കുമായിരുന്നു എന്നാണ്. ഒരനക്കം പോലും ഇല്ലാണ്ട് അവര് നിന്നുകൊണ്ട് ബക്കറയും ആലി ഇമ്രാനും ഒക്കെ ഊതുന്ന അത്രയും നീളത്തിൽ നിൽക്കാൻ കഴിയാന്നുള്ളത് അത് അവരുടെ ഖുശൂഇന്റെ അടയാളമായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായി മനസ്സ് ഹാജരാക്കിക്കൊണ്ട് പൂർണ്ണമായ സമാധാനത്തോടും ശാന്തതയോടും കൂടി ഹൃദയം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ദുനിയാവിന്റെ വ്യവഹാരങ്ങളിൽ നിന്നും മാറി ആ പൂർണ്ണമായി സമാധാനമായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക. മുതഅദ്ദിയൻ ബൈന യദൈ റബ്ബിഹി മുസ്തഹ്ദിറൻ ജമീഅ മാ യഖൂലുഹു വയഫ്അലുഹു ഫീ സ്വലാത്തിഹി മിൻ അവ്വലി സ്വലാത്തിഹി ഇലാ ആഖിരിഹാ. അവൻ റബ്ബിന്റെ മുമ്പിൽ മര്യാദയുള്ളവനായി
നമസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടാവുമെന്നാണ്. എല്ലാ വസ്വാസുകളിൽ നിന്നും അനാവശ്യ ചിന്തകളും നിന്നും അവൻ ഒഴിവാകും. അതോടുകൂടി അതൊക്കെ ഇല്ലാതെയായി പോകുമെന്ന്. ഇതാണ് നമസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. വൽ മഖ്സൂദ്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വഹുവല്ലദീ യുക്തബു ലിൽ അബ്ദി, അതാണ് തന്റെ അടിമക്കായി രേഖപ്പെടുത്തുക. ആ നമസ്കാരത്തിൽ തന്റെ അടിമക്ക് രേഖപ്പെടുത്തി വെക്കുന്നത് പ്രതിഫലം തന്ന ആ ഖുശൂ ആണ്. ഫസ്സലാത്തുല്ലതി ലാ ഖുശൂഅ ഫീഹാ വലാ ഹുദൂറു ഖൽബിൻ വഇൻ കാനത് മുജ്സിഅതൻ മുസാബൻ അലൈഹാ ഫഇന്ന الثواب على حسب ما يعقل القلب منها. അടിമക്കായിട്ട് ഇതാണ് രേഖപ്പെടുത്തുക. അപ്പോൾ ഭയഭക്തിയോ മനസ്സാന്നിധ്യമോ ഇല്ലാത്ത നമസ്കാരം എന്നാൽ അതിന് പ്രതിഫലം, ബാധ്യത നിറവേറും. ആ നമസ്കാരത്തിന്റെ ബാധ്യത നിർവഹിക്കപ്പെടും. പക്ഷേ അതിന്റെ പ്രതിഫലം, ആ ഹൃദയം എത്ര ആ നമസ്കാരത്തിൽ ഹാജരായി എന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം കിട്ടുക. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദിവസം 5 പ്രാവശ്യം നിർബന്ധമായി നമ്മൾ നമസ്കരിക്കുന്ന ആ നമസ്കാരത്തിൽ നമ്മൾ എത്രത്തോളം ഖുശൂ ഉള്ളവരാണ് എന്ന് നമ്മൾ ആത്മവിചിന്തനം നടത്തി ആത്മപരിശോധനക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്തിന്റെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്. ഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞാൽ ഐന ഖാശിഈന ദലീലീന മുസ്തഖീനീന ബൈന യദൈ, അതായത് ഭയഭക്തിയും താഴ്മയും അല്ലാഹുവിന്റെ മുന്നിൽ അടക്കത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ് വഖൂമു ലില്ലാഹി ഖാനിതീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ ഭക്തി നമുക്ക് വരേണ്ടത്. ബഖറയുടെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട് എന്താണ് ഖുശൂ കിട്ടാനുള്ള മാർഗ്ഗം. ആൾക്കാർ ചോദിക്കും എന്താണ് ഖുശൂ എന്ന് പറഞ്ഞാൽ, അതിങ്ങനെ നിസ്കാരക്കുപ്പായ ഇടുന്ന മാതിരി നിസ്കാരത്തിന്റെ നേരത്ത് ഇങ്ങോട്ട് എടുത്തിടാനുള്ള ഒരു സാധനമല്ല ഖുശൂ എന്ന്. ഖുശൂ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഓരോരുത്തരുടെയും അല്ലാഹുവുമായിട്ടുള്ള ബന്ധമാണ്, നിലപാടാണ്. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടണം. ഭക്തന്മാരല്ലാത്തവർക്ക് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഖുശൂ ഉള്ളവർക്ക് അത് കഴിയുള്ളൂ അങ്ങനെ സഹായം തേടാൻ. അപ്പൊ എന്താണെന്ന് ഖുശൂ എന്ന് അല്ലാഹു അടുത്ത് അല്ലദീന യظുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം. അല്ലദീന യظുന്നൂന, അപ്പൊ ആരാണ് ഈ ഖുശൂ ഉള്ള ആളുകൾ? അല്ലദീന യظുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ടി വന്ന് വിചാരിക്കുന്നവർ, ആ റബ്ബിങ്കലേക്ക് വഅന്നഹും ഇലൈഹി റാജിഊൻ, ആ റബ്ബിങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന് വിചാരിക്കുന്നവർ, അവരാണ് ഖുശൂ ഉള്ളവർ. ഈ ഒരു നിലപാട്, ഈ ഒരു ബോധം, ഈ ഒരു ചിന്ത സദാസമയവും ആർക്കാണുള്ളത് സഹോദരങ്ങളെ? അവരാണ് ഖുശൂ ഉള്ള ആളുകൾ. റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് വിചാരിക്കുന്നവർ, അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടി വരുമെന്ന്, തീർച്ചയായും ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടെ ജീവിക്കുന്നവർ, അവരാണ് ഖാശിഈങ്ങൾ. അവർക്കാണ് നിസ്കാരത്തിൽ ഖുശൂ കിട്ടുള്ളൂ. ആ നിസ്കാരത്തിൽ മാത്രമായിട്ടൊരു ഖുശൂ കിട്ടൂല. അത് ജീവിതത്തിലെ ഒരു നിലപാടാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ആ ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? നമ്മുടെ നമസ്കാരത്തില് അങ്ങനെ ഖുശൂഓടുകൂടി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? അത് ഹൃദയത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അലാ വഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമാകും, ഫസാദാകും. അറിയുക, അത് ഹൃദയമാകുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു ബോധത്തോടുകൂടി അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. ഒരു വിചാരണക്ക് നമ്മൾ വിധേയരാകേണ്ടി വരേണ്ടവരാണ്.
അള്ളാഹു നൽകിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും അത് വ്യക്തമായ ചോദ്യം ചെയ്യപ്പെടുമെന്ന്. അതുകൊണ്ട് ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചുകൊണ്ട്, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട്, നന്ദികേട് പ്രവർത്തിക്കാതെ, കുഫർ ചെയ്യാതെ, ശിർക്ക് ചെയ്യാതെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് ആ ജീവിതം ധന്യമാക്കുമ്പോഴാണ് റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ ആ രേഖ, കർമ്മരേഖ കിട്ടിയാൽ അത് വലത് കയ്യിൽ ലഭിക്കുന്ന നാളെ സന്തോഷവാന്മാരായ മുഖപ്രസന്നതയോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം എന്ന ആഗ്രഹത്തോടുകൂടെ ജീവിക്കുകയും അതിനനുസരിച്ച് കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് ആ ഒരു ഭക്തി ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമസ്കാരത്തില് നമ്മൾ കൃത്യമായി ഖുശൂഉള്ളവരായി മാറാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഖുശൂ ഇല്ലെങ്കിൽ നമ്മളെ നമസ്കാരം അതൊരു ചടങ്ങായി മാറും. മാത്രമല്ല അതിന്റെ പ്രതിഫലം കുറഞ്ഞു പോകും. ഏറ്റവും മോശമായ മോഷണം എന്ന് പറയുന്നത് നമസ്കാരത്തില് മോഷ്ടിക്കുകയാണ്. ഇങ്ങനെ നമസ്കാരം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാല് സാബികളോട് അല്ലാഹു റസൂൽ ചോദിക്കണ്ടേ, ഏറ്റവും മോശമായ മോഷണം ഏതാണ്? മോശമായ നിങ്ങൾ ഒരു മോഷണത്തിൽ വെച്ച് ഏറ്റവും മോഷണം ഏതാണ് എന്ന് സാബത്തിനോട് ചോദിക്കാണ്. അപ്പൊ ഒരാള് പറഞ്ഞു, യസ്രിഖു മിൻ അഖീഹി, തന്റെ സഹോദരന്റേത് മോഷ്ടിക്കലാണെന്ന് പറഞ്ഞു. ഫഖൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഖബഹ സരിഖതി അല്ലദി യസ്രിഖു സ്വലാതഹു, ഒരാൾ തന്റെ നമസ്കാരത്തിൽ മോഷണം നടത്തലാണ്, നമസ്കാരം മോഷ്ടിക്കലാണ് ഏറ്റവും മോശമായ മോഷണം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഖാലു കൈഫ യസ്രിഖു അഹദുനാ സ്വലാതഹു, ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ നമസ്കാരം മോഷ്ടിക്കുക റസൂൽ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ വലാ ഖുശൂഅഹാ, ആ നമസ്കാരത്തില് നല്ലൊരു സുജൂദ് ഉണ്ടാവില്ല, നല്ല റുകൂ അടങ്ങി താമസിക്കൂല, അതിന്റെ ഖുശൂ ഉണ്ടാവില്ല. അതങ്ങനെ തുടങ്ങി അവസാനിക്കണ അങ്ങനെ ഒരു കർമ്മ യാന്ത്രികമായി പോകുന്ന, അള്ളാഹുവിനെ പറ്റി ഒരു മനസ്സാന്നിധ്യത്തോടു കൂടി റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങള് മനസ്സാന്നിധ്യത്തോടെ അല്ലാതെ ചെയ്തു പോകുന്ന ഒരവസ്ഥ, അതാണ് നമസ്കാരത്തിലെ മോഷണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് സഹോദരൻ, അത് മോഷണത്തിൽ വെച്ച് ഏറ്റവും മോശമായ മോഷണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടി നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് ഖുശൂഅ് കിട്ടാനുള്ള മാർഗങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ആയത്തിൽ, ബഖറയിലെ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണ്, അള്ളാഹുവെ കണ്ടുമുട്ടുന്നവനാണ് നമ്മൾ എന്ന ഒരു ബോധം ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമസ്കരിക്കുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫാത്തിഹ എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. ഫാത്തിഹയിലെ ഓരോ വചനങ്ങൾ പറയുമ്പോഴും അതിന് അള്ളാഹുവിന്റെ ഒരു മറുപടി അർശിന്റെ മുകളിൽ നിന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അർശിന്റെ മുകളിൽ നിന്ന് അള്ളാഹു പ്രതികരിക്കും. അങ്ങനെ ഓരോ ആയത്തും ഫാത്തിഹയിൽ ഓതുമ്പോൾ അള്ളാഹു ഓരോ മറുപടി അർശിന്റെ മുകളിൽ നിന്ന് പറയും. അങ്ങനെ ഒരു സംസാരമാണ് നമസ്കാരം എന്നുള്ളൊരു ബോധം, അത് ആ നമസ്കാരത്തിൽ നമുക്ക് ഉണ്ടാകുക. രണ്ടാമത്തത്, ഈ ഒരു നമസ്കാരം എൻ്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇപ്പൊ നമ്മൾ ജുമുഅ നിസ്കരിക്കുമ്പോൾ ഈ അസറിന് നമ്മൾ ബാക്കിയാകോ എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരുപക്ഷേ ഇതെന്റെ അവസാനത്തെ നമസ്കാരമായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നീ ഒരു വിടവാങ്ങലുകാരന്റെ നമസ്കാരമാണ് നീ നിർവഹിക്കേണ്ടത് എന്നാണ്. കാരണം ഇതിന്റെ അവസാനത്തെ നിസ്കാരം, ഇങ്ങനൊരു നിസ്കാരം ദുനിയാവില് എനിക്കുണ്ടാവൂല എന്ന് വിചാരിച്ചിട്ട് വേണം സഹോദരങ്ങളെ നമ്മൾ നമസ്കരിക്കേണ്ടത്. ഇതുപോലെ തന്നെ ചെല്ലുന്ന ദിക്റുകളുടെയും പാരായണം ചെയ്യുന്ന ഖുർആൻ വചനങ്ങളുടെയൊക്കെ അർത്ഥം നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓരോ രൂപം, കൃത്യമായ രൂപം നമസ്കാരത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് എങ്ങനെയാണോ നമസ്കരിച്ചത് അതേപോലെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു കൃത്യമായിട്ട് റുകൂവിലും സുജൂദിലൊക്കെ കൃത്യമായിട്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ
തിരിഞ്ഞു നോക്കാതെ അശ്രദ്ധമാകാതെ മറ്റു സ്ഥലങ്ങൾ സുജൂദിന്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട്, തയ്യാത്തിന്റെ സമയത്താണെങ്കിൽ വിരലിലേക്ക് നോക്കിക്കൊണ്ട്, അതല്ലാത്ത സമയത്ത് സുജൂദിന്റെ ആ മഹലിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് ഒരു പ്രായപൂർത്തിയായ പുരുഷന്റെ മേൽ ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ജമാഅത്തിന് പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ അതിൽ നിന്ന് ഒഴിവാകുള്ളൂ. അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബായ സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല അതേപോലെ തന്നെ ശുഷ്കാന്തി കാണിക്കുക. പിന്നെ ഈ ഒരു തഖ്വ കിട്ടാൻ, ഖുശൂഅ് കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇബാദത്ത് നന്നാക്കാനും അല്ലാഹനെ ഓർക്കാനുള്ള ഒരു തൗഫീഖിനും സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ അതൊക്കെ പടച്ചോന്റെ തൗഫീഖാണ്. നമ്മളെങ്ങനെ ശ്രമിച്ചാലും അത് കിട്ടണമെങ്കിൽ പടച്ചോന്റെ പ്രത്യേക അനുഗ്രഹം നമുക്ക് വേണം. അതിനുവേണ്ടി, ആ തൗഫീഖിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല തഖ്വ നൽകി ജീവിതത്തിൽ ഏറ്റവും തഖ്വയോടുകൂടി ജീവിക്കാനും ഖുശൂഅോടുകൂടി ജീവിക്കാനും ഖുശൂഅോടുകൂടി നമസ്കരിക്കുവാനും, അങ്ങനെ നമസ്കാരത്തിന് പൂർണ്ണമായ പ്രതിഫലം നൽകി നാളെ പരലോകത്ത് വെച്ച് ആ നമസ്കാരത്തെ പറ്റി ചോദിക്കുമ്പോൾ തന്നെ അതിൽ പൂർണ്ണമായ സംതൃപ്തമായ ഒരു മറുപടി അള്ളാഹുവിനോട് പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും.